പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, നല്ല രാത്രി സമയങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുനിവാസത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന വലിയ പദവികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ, ഞങ്ങളോട് ഇടപെടണമേ കർത്താവെ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ഉത്സാഹമുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് രാത്രിയിലും വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എക്സോഡസ് ചർച്ചിനെ സെഷന്മാരായ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഇവിടെയുള്ള എല്ലാ ദൈവജനങ്ങളെയും ഇന്ന് രാത്രി കടന്നു വന്നവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഡിലിജൻ്റ് ആയിരിക്കണം. കർത്താവിൻ്റെ വേലയിൽ ദൈവനാമത്തിനു വേണ്ടി നമ്മൾ വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. അതാണ് ഇന്ന് രാത്രിയിൽ ഷെയർ ചെയ്യുവാനായി കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 11-ാം വാക്യം, ചാപ്റ്റർ 12 വേഴ്സസ് 11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. റോമാലേഖനത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ തിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതി. റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി റോമാലേഖനം എഴുതി. ഇത് തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ, പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിൽ കൊരിന്തിൽ പട്ടണത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയത്. അതിനെക്കുറിച്ച് ഇതര പുസ്തകത്തിൽ വായിച്ച് ഗ്രഹിപ്പാൻ സാധിച്ചത്, ഗായോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭവനത്തിലായിരുന്നു. കൊരിന്തിൽ ഗായോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭവനത്തിൽ, വീട്ടിൽ ഇരുന്നാണ് പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുവാനിടയായിത്തീർന്നത്. ഗായോസിനെ കുറിച്ചുള്ള സംബോധനകൾ 16-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലുണ്ട്. 16:23. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പം രാവിലെ കട്ടൻ കാപ്പി കൊടുക്കുന്നതും, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതും, ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നതും, രാത്രി ഡിന്നറൊക്കെ കൊടുക്കുന്നതും, പിന്നെ കൂടെ ഉപവാസമൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. സ്തോത്രം. ഗായോസ് ആയിരിക്കും. ഈ ഗായോസിൻ്റെ കുടുംബം പൗലോസിനെ നന്നായി ശുശ്രൂഷിച്ചു. ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ റോമ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്. സോറ്റീരിയോളജിക്കൽ, രക്ഷാശാസ്ത്രപരമായിട്ടുള്ള ലേഖനമാണ് റോമാ ലേഖനം. ആധികാരികമായ രക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ രക്ഷാശാസ്ത്രപരമായ കാര്യങ്ങളുടെ ഗഹനമായിട്ടുള്ള പഠനങ്ങളാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് നമുക്ക് ഉപദേശങ്ങൾ വളരെ ആവശ്യമാണ്. നമ്മൾ ഡോക്ട്രിൻസ്, പ്രൈസ് ദി ലോർഡ്, ആ ഡോക്ട്രിൻസ് നമുക്ക് വളരെ ആവശ്യമാണ്. ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ പില്ലറിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കുവാൻ വേണ്ടി ദൈവവചനത്തിൻ്റെ അധിഷ്ഠിതമായ കേന്ദ്രീകൃതമായിട്ടുള്ള ഉപദേശങ്ങൾക്കകത്തിൽ തന്നെ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ വിശ്വാസാനുഭവത്തിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം, അപ്പോൾ തന്നെ പ്രായോഗിക ക്രൈസ്തവ ജീവിതം കുറ്റമില്ലാതെ മുൻപോട്ട് പോകണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആവശ്യകത ഉണ്ട്. ലേഖനങ്ങളുടെ പഠനങ്ങളുടെ ആവശ്യകത തന്നെ അതാണ്. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിൽ ആക്ഷേപരഹിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലേഖനങ്ങൾ പഠിക്കേണ്ടത്. ഒരേ സമയത്ത് നമ്മൾ ഉപദേശപരമായും അതേ സമയത്ത് തന്നെ പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിലും ഊനമില്ലാതെ കളങ്കമില്ലാത്തവരായിട്ട് നമ്മൾ നിൽക്കണം. ഈ ലേഖനം 11 അധ്യായങ്ങൾ ഉപദേശങ്ങളിൽ ഊന്നുമ്പോൾ ബാക്കി 5 അധ്യായങ്ങൾ പ്രായോഗിക ജീവിതത്തിലാണ് ഊന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് ഓടിക്കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായത്തിൻ്റെ 11-ാം വേദഭാഗമാണ് നാം വായിപ്പാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. ദൈവജനത്തെ മടുപ്പിക്കുന്ന പല കാര്യങ്ങൾ വിശുദ്ധ പുസ്തകത്തിൽ തന്നെ, ബൈബിളിൽ തന്നെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മളെ മടുപ്പിക്കുന്ന പല മേഖലകൾ, നമ്മൾ ജയമെടുക്കേണ്ടുന്ന പല മേഖലകൾ വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളെ മടുപ്പിക്കുന്ന ചില മേഖലകൾ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 1, 18-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഒന്ന്, പ്രാർത്ഥനയിൽ മടുപ്പിക്കും, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകും. ഇതിലേക്ക് നമുക്ക് കടന്നു വരാം. മറ്റൊന്ന്, നന്മ ചെയ്യുന്നതിൽ നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഗലാത്യലേഖനം 6:9, ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 9, ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വേദഭാഗം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. അപ്പൊ നന്മ ചെയ്യുന്ന തിരുനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും കൊടുക്കുന്നതിലും നമ്മളെ മടുപ്പിച്ച് കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നന്മ ചെയ്യുന്നതിൽ മടുപ്പിച്ച് കളയുക. 3, നമ്മുടെ ഉള്ളം ക്ഷീണിച്ച് മടുപ്പിക്കുന്ന അവസ്ഥ. ഹീബ്രൂസ് 12:3, 12-ന്റെ 3-ാമത്തെ വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കുക. അപ്പം ഉള്ളം ക്ഷീണിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുപ്പിക്കും, നന്മ ചെയ്യുന്നതിൽ മടുപ്പിക്കും. നമ്മുടെ ഉള്ളം ക്ഷീണിച്ച്, മനസ്സിനെ ക്ഷീണിച്ച് മടുപ്പിക്കും. ഇന്ന് രാത്രികാലം മടുപ്പിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലർ പ്രാർത്ഥനാ തലത്തിൽ മടുപ്പ് അനുഭവിക്കുന്നവരുണ്ട്, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് അനുഭവിക്കുന്നവരുണ്ട്, ഉള്ളം ക്ഷീണിച്ച് മടുത്ത് ഇരിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഈ സന്ദേശം ഇവിടെ കൈമാറുമ്പോൾ മടുപ്പിൻ്റെ ചില അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടുപ്പുകൾ മാറണം. നമ്മൾ ഉത്സാഹം ഉള്ളവർ ആയിരിക്കണം. കർത്താവിൻ്റെ വേലയിൽ ദൈവനാമത്തിനു വേണ്ടി നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രാരംഭ ഭാഗത്തിലേക്ക് പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. കർത്താവാണ് പറഞ്ഞത് മടുത്തു പോകാതെ എപ്പോഴും കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് നമുക്ക് ആ 18-ാമത്തെ അധ്യായം ലൂക്ക് 18 അതിൻ്റെ പ്രാരംഭ ആ ഭാഗങ്ങൾ പാസേജ് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു ഉപമ, അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ ചെന്ന ഉപമ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗമൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ പഠിച്ചതും വായിച്ചതും കേട്ടതുമൊക്കെയാണ്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് എനിക്ക് തന്ന ഒരു ദൂത് കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിധവ കൂടെ അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ കടന്നു ചെയ്യുന്നു. പ്രതിക്രിയ നടത്തി തൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കുന്നിടം വരെ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്നു. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്തിനാ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്നത്? അവിടെ ചെല്ലുമ്പോൾ ഉപ്പേരി അലുവയും കിട്ടുന്നത് കൊണ്ടാണോ? അല്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ വലിപ്പവും മനോഹരതയും കാണുവാനാണോ? അല്ല. അവൾ ചെന്നത് ന്യായാധിപനെ കാണാനാ. എന്തുകൊണ്ട് പല പ്രാവശ്യം അവളുടെ ആവശ്യം ഡിനൈ ചെയ്തിട്ടും നിരാകരിച്ചിട്ടും എന്തുകൊണ്ട് ഈ ന്യായാധിപന്റെ അടുക്കൽ വീണ്ടും അവൾ കടന്നുപോയി? അവൾക്കറിയാം
അവളുടെ വിഷയത്തിന് മറുപടി തരുവാനുള്ള അധികാരം ന്യായാധിപനുണ്ട്. തൻ്റെ വിഷയത്തിനകത്തിൽ ഒരു പ്രതിക്രിയയുടെ അധികാരമുള്ള വ്യക്തിയുടെ അടുക്കലേക്കാണ് ആവർത്തിച്ചു പോയത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അധികാരമുള്ളവന്റെ മുമ്പിൽ നമ്മൾ വന്ന് മണങ്ങിയിരിക്കുന്നത്. ആ തിരിച്ചറിവ് പ്രാർത്ഥനയുടെ മടുപ്പിനെ ജയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിന് അധികാരമുണ്ട്, ആ വിഷയത്തിനകത്തിൽ പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവിന് അധികാരമുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ്. പല പ്രാവശ്യം ചെന്നിട്ടാണ് ഇവൾക്ക് മറുപടി ലഭിച്ചത്. റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന ലോകപ്രശസ്ത, ഇന്ന് രാവിലെയും കർത്താവിൻ്റെ ദാസൻ അദ്ദേഹത്തെ ഉദ്ധരിച്ചല്ലോ. അദ്ദേഹം 9 വർഷം 9 years നൈജീരിയ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ്, നൈജീരിയയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി വിസ കിട്ടുവാൻ എൻട്രൻസിന് വേണ്ടി 9 വർഷം റെയ്നാഡ് ബോങ്കെ പ്രാർത്ഥിച്ചു. അദ്ദേഹം അപ്ലൈ ചെയ്തപ്പോഴെല്ലാം അവർ ഡിനൈ ചെയ്തു. ഈ ദൈവദാസൻ ശക്തമായി പ്രാർത്ഥിച്ചു. ആ ഒരു കാലയളവിൽ അതിന് സമീപത്തുള്ള മറ്റൊരു രാജ്യമായ ബെനിൻ, പഴയ ഫ്രഞ്ച് കോളനിയാണ്. ആ ബെനിനിൽ റെയ്നാഡ് ബോങ്കെ ഇവാഞ്ചലിസത്തിന് ചെന്നു. അവിടെയുള്ള എക്സ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് റെയ്നാഡ് ബോങ്കെ മീറ്റ് ചെയ്യുവാൻ താല്പര്യപ്പെട്ടു. അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. റെയ്നാഡ് ബോങ്കെ ഒരു സുവിശേഷകൻ. താൻ സുവിശേഷം വ്യക്തമായി പറയുകയും ആ നിരീശ്വരവാദിയായ മുൻ പ്രസിഡന്റ് രക്ഷിക്കപ്പെടുവാനിടയായി. അടുത്ത പ്രാവശ്യം വീണ്ടും ബെനിനിലേക്ക് റെയ്നാഡ് ബോങ്കെ എത്തിയപ്പോൾ റെയ്നാഡ് ബോങ്കെ ഒഫീഷ്യൽ സ്വീകരണം നൽകി ബെനിൻ ആദരിച്ചു, രാജ്യം ആദരിച്ചു. കാരണം എക്സ് പ്രസിഡന്റ് ഇപ്പോൾ ബെനിന്റെ പ്രസിഡന്റായി. പ്രൈസ് ദി ലോർഡ്. ഈ എക്സ് പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യൻ പ്രസിഡന്റ് ആയപ്പോൾ റെയ്നാഡ് ബോങ്കയോട് ചോദിച്ചു, എന്നെയും നിങ്ങളുടെ സംഘടനയിൽ സിഫാൻ എന്ന് പറയുന്ന ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷനകത്ത് ചേർക്കുമോ എന്ന് ചോദിച്ചു. റെയ്നാഡ് ബോങ്കെ പറഞ്ഞു, ഇല്ല, നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള ചുമതല ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് വിശ്വസ്തയോട് ചെയ്താൽ മതി, നിന്റെ ആപ്ലിക്കേഷൻ ഡിനൈ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സഹായം ഞാൻ റെയ്നാഡ് ബോങ്കെ ചെയ്യണം എന്ന് ആ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ റെയ്നാഡ് ബോങ്കെ പറഞ്ഞു, എനിക്ക് നൈജീരിയയിൽ സുവിശേഷം അറിയിക്കുവാൻ താല്പര്യമുണ്ട്. നൈജീരിയയുടെ പ്രസിഡന്റും താങ്കളും സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അവിടത്തേക്കൊരു ഓപ്പണിംഗ് തരണം. ഈ റെയ്നാഡ് ബോങ്കെ ഈ പ്രസിഡന്റിനോട് ഇത് പറയുകയും ആ പ്രസിഡന്റ് നൈജീരിയയുടെ പ്രസിഡന്റിനെ വിളിച്ചു. ഒഫീഷ്യലായിട്ടുള്ള വിമാനം, നൈജീരിയയുടെ ഒഫീഷ്യൽ വിമാനം അയച്ച് റെയ്നാഡ് ബോങ്കെ നൈജീരിയയിലേക്ക് വിസ ഇല്ലാതെ ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ 9 വർഷങ്ങൾക്ക് ശേഷം ദൈവം വഴിയൊരുക്കി. 9 വർഷം വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 9 വർഷം വിസ തടഞ്ഞു വെച്ചു. എന്നാൽ 9ാമത്തെ വർഷം ദൈവം പ്രവർത്തിച്ചപ്പോൾ വിസ ഇല്ലാതെ ആ നൈജീരിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വിമാനത്തിൽ റെയ്നാഡ് ബോങ്കെ നൈജീരിയയിലെത്തി. ഹല്ലേലൂയ. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂസൈഡുകൾ നടന്നത് നൈജീരിയയിലാണ്. പ്രൈസ് ദി ലോർഡ്. 9 വർഷത്തെ പ്രാർത്ഥനകളുടെ മറുപടി ദൈവം ഒരുക്കിയപ്പോൾ ഒരു വലിയ കൊയ്ത്ത് ദൈവം ഒരുക്കി. ഇന്ന് രാത്രി ചിലരോട് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, വർഷങ്ങളായിട്ട് ദൈവസനിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ കൊയ്യാനായി ചിലർ റെഡി ആയിക്കൊള്ളണം. വചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീർ ഉണ്ടെങ്കിൽ, കണ്ണുനീരുള്ള വിതയുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട്. കറ്റ ചുമക്കുന്നവരാണെങ്കിൽ വിത്തും ചുമക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനകളുടെ മറുപടി കൊയ്യുന്ന ഒരു സീസൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആമേൻ ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയാണ്. പ്രാർത്ഥനകളുടെ ഒരു മറുപടിയെ ദൈവം ആമേൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്ന അനുഭവങ്ങൾക്കകത്തിൽ ആത്മാവിൽ നമ്മൾ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്.
ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ലിയോനാർഡോ റാവൻഹില്ലാന്ന് തോന്നുന്നു, സ്തോത്രം, ഇഫ് ജീസസ് നീഡഡ് ടു പ്രേ, ഹൗ മച്ച് മോർ വി നീഡ് ടു പ്രേ. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം. സാക്ഷാൽ ദൈവപുത്രൻ പ്രാർത്ഥിച്ചെങ്കിൽ അതിലും വലിയ പുള്ളികൾ ആരും ഇവിടെ ഇല്ലല്ലോ. നമ്മളൊക്കെ എത്രയധികം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് തടസ്സങ്ങളെ ജയിക്കുന്നതാ. എത്ര പേര് വിശ്വസിക്കുന്നു? തടസ്സങ്ങളെ തകർക്കുന്നതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറഞ്ഞ സ്നേഹിതന്മാരുടെ ഉപമയുണ്ട്. ആ സ്നേഹിതന്മാരുടെ ഉപമയിൽ 3 സ്നേഹിതന്മാരെ കുറിച്ച് പറയുന്നു. ഒറ്റ ദൂത ഭാഗത്തുനിന്ന് ഞാൻ പറയാം. എത്ര അപ്പവാ ചോദിച്ചത്? സ്നേഹിതൻ ചെന്ന് എത്ര അപ്പോ ചോദിച്ചത്? 3 അപ്പം. രാത്രി ചെന്ന് എത്ര അപ്പം ചോദിച്ചു? 3 അപ്പം. സ്തോത്രം, ഹല്ലേലൂയ. 3 അപ്പം ചോദിച്ചവനോട് 3 തടസ്സം പറഞ്ഞു. 1, കഥ കടച്ചിരിക്കുന്നു. 2, കുട്ടികൾ ഉറങ്ങുകയാണ്. 3, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പരുവത്തിന് ആ കുഴമ്പൊക്കെ തുരുമി. പ്രൈസ് ദി ലോർഡ്. പെടലിയുടെ വേദന, ആ വേദന, ഈ വേദന എല്ലാം കാരണം ഒരു പരുവത്തിനാ ഒന്ന് ഉറക്കം പിടിച്ചാൻ തുടങ്ങിയത്. സ്തോത്രം. അപ്പോഴാണ് ഈ വന്ന് നോക്ക്. പ്രൈസ് ദി ലോർഡ്. 3 അപ്പം ചോദിച്ചു, 3 തടസ്സങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ലജ്ജ കൂടാതെ മുട്ടിച്ചു. കാരണം ഇദ്ദേഹത്തിന് അറിയാം വീട്ടിൽ അപ്പം ഉണ്ടെന്നോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് ആവശ്യമുള്ള അപ്പം അവിടെ ഉണ്ടെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ ലജ്ജ കൂടാതെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ലജ്ജ കൂടാതെ, കേട്ടോ. പ്രൈസ്. അടുത്തിരിക്കുന്ന ആളിനെ നോക്കരുത്, അയൽവക്കക്കാരെ നോക്കരുത്. പ്രൈസല. പ്രാർത്ഥന എന്ന് പറയുന്നത് ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതാണ് പ്രാർത്ഥന. അതിന് ഭാഷ വിഷയമല്ല, കേട്ടോ. കാക്കക്കുഞ്ഞുങ്ങളുടെ ശബ്ദം നമുക്ക് ബോറിങ്ങാ, പക്ഷെ അതിൻ്റെ തള്ളക്കാക്കയ്ക്ക് വളരെ ഇഷ്ടമായിരിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനകൾ പലർക്കും ബോറിംഗ് ആണ്. ആമേൻ, സ്തോത്രം. ചിലർക്ക് ആമേൻ ഇഷ്ടമല്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ആരോടും ആത്മാവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല, പക്ഷെ ദൈവത്തിന് ഇഷ്ടമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നത്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ ശബ്ദമൊന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലജ്ജ കൂടാതെ മുട്ടിച്ചു. 3 അപ്പമായി ചോദിച്ചത്, പക്ഷെ ലഭിച്ചത് വീണ്ടും നടത്തോളം. അത് ദൈവത്തിന്റെ പ്രത്യേകത. കേട്ടോ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നത്. അവന് ചിലത് ചെയ്യുവാൻ സാധിക്കും, ചിലത് പ്രവർത്തിപ്പാൻ അവന് സാധിക്കും. ഹല്ലേലൂയ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചില മേഖലകളിൽ നിന്ന് ഡിനായി, നോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ ചില ഓപ്പണിങ്സുകൾ തുടങ്ങാൻ പോവാണ്. ആത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 അത്യാവശ്യം നല്ല മാർക്കോടുകൂടെ പാസ്സാകുവാൻ ദൈവം കൃപ തന്നു. +1 എനിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷനായിട്ട് കൊടുത്തിരുന്നു. അതൊരു കാതോലിക് സ്കൂളായിരുന്നു. കിട്ടുമെന്ന് നന്നായിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ എൻ്റെ പിതാവ് എനിക്ക് അഡ്മിഷനായി ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ അഡ്മിഷൻ തരത്തില്ല, വേഗം പോയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. വളരെ പ്രയാസത്തോടു കൂടെ പോയി. 2ാമത്തെ ഓപ്ഷൻ മറ്റൊരു സ്കൂളിൽ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ദൈവദാസൻ കടന്നു വന്ന് പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്, വീണ്ടും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ +1 അഡ്മിഷൻ ആയിരുന്നു. സ്തോത്രം. ആ ദൂത് വളരെ മെന്റലി വളരെ സ്തോത്രം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ദൂതായിരുന്നു. വീണ്ടും പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൂത് കേട്ടതിൻ്റെ അടുത്ത ദിവസം ഈവനിങ് ആയപ്പോൾ സ്തോത്രം ഏത് പ്രിൻസിപ്പൽ അച്ഛൻ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞ അച്ഛൻ, അതേ അച്ഛൻ ഫോണിൽ കൂടി വിളിക്കുക, എൻ്റെ പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം ഞങ്ങൾ സീറ്റ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക, എന്താ വരാത്തേ? പ്രൈസ് ദി ലോർഡ്.
ഞങ്ങൾ സീറ്റ് വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ വരാത്തതിന്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇവിടെ നിൽക്കണ്ട, പോയിക്കോളാന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അത് കേട്ടോ. ഒരു ദൂതിൽ, ദൈവം തരുന്ന ഒരു ദൂതിൽ കയറി വിശ്വസിക്കാമെങ്കിൽ പ്രാർത്ഥനയിൽ മടുപ്പിക്കുക, നന്മ ചെയ്യുന്നതിൽ മടുപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മടുപ്പിന്റെ അവസ്ഥകളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. വചനം പറയുന്നത് പോലെ ആത്മാവിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ ബില്ലി ഗ്രഹാമിനോട് പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, യുഎസിലുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് വിശ്രമം കൂടാതെ ലോകരാഷ്ട്രങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ കാരണം എന്താണ്? അങ്ങേക്ക് ഇങ്ങനെ ദീർഘമായ യാത്രകൾ ചെയ്യുന്നതും സ്ഥിരമായി സുവിശേഷം പ്രസംഗിക്കുന്നതിനും മടുപ്പില്ലാത്തതിന് കാരണം എന്താണ്? ബില്ലി ഗ്രഹാം അവരോട് പറഞ്ഞ മറുപടി, അതിൻ്റെ കാരണം 3 ആണികൾ, ഒരു കുന്തം, ഒരു മുൾക്കിരീടം, പിന്നെ ചമ്മട്ടി, ഇതൊക്കെയാണ് കാരണം. മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായില്ല. അവര് അന്താളിച്ചു പോയി. യോ, ഇതെന്തോ ഈ പറയുന്നത്? ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിപ്പാനായിട്ട് ബില്ലി ഗ്രഹാമിനെ പ്രോത്സാഹനം നൽകുന്നത് ആണികളാണോ, മുൾക്കിരീടങ്ങളാണോ, കുന്തമാണോ? സ്തോത്രം. ചമ്മട്ടികളാണോ? സ്തോത്രം. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. സ്തോത്രം. എൻ്റെ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ അടിച്ച 3 ആണികൾ, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വെച്ച മുൾക്കിരീടം, എൻ്റെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ കുന്തം, എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞു വീഴുന്ന ചമ്മട്ടികൾ, അതാണ് എന്നെ സുവിശേഷ പ്രഘോഷണത്തിന് ഒരു ദിവസം പോലും മടുപ്പില്ലാതെ ഉത്സാഹത്തോടുകൂടെ എന്നെ ഓടിക്കുന്നത്. എൻ്റെ യേശു ക്രിസ്തു അനുഭവിച്ച വേദനകൾ, എൻ്റെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ എന്നെ ഒതുങ്ങിപ്പോകാതെ ഇന്ന് രാത്രി ആർക്കെങ്കിലും ഒതുങ്ങിപ്പോകാതെ ആത്മാവിൽ ബലപ്പെടുവാൻ താല്പര്യമുണ്ടോ? ആമേൻ. കർത്താവിന് വേണ്ടി ഓടുവാൻ, പ്രയോജനപ്പെടുവാൻ ഹൃദയത്തിനകത്തിൽ ആത്മാവ് ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ച ചിലരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരു സ്പിരിച്വൽ സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം. ചിലപ്പോൾ ആത്മീയമായി എന്തുകൊണ്ട് ഈ മടുപ്പ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തെ ചില ആഹാബ്യ ഇസബേലിയ ശക്തികൾ നിന്റെ ജീവനെ തകർക്കുവാൻ അപ്പുറത്ത് പ്ലാൻ ഇടുന്നുണ്ട്. അവരുടെ പക്കൽ ആഹാബ് ഇസബേലിയ ശക്തികളുടെ പക്കൽ ചില ബാൽ അശേര ശക്തികളുടെ കുടിയിരിപ്പുണ്ട്. അത് നിനക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചില മടുപ്പുകൾ നീ അനുഭവിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഏലിയാവ് പറയാം, മതി കർത്താവേ, മതി, എന്റെ ജീവനെ എടുക്കണമേ. എന്തുകൊണ്ടാ ജീവനെ എടുക്കണമെന്ന് പറയുന്നത്? അവന് മടുപ്പായി തോന്നി. ഹല്ലേലൂയ. കാരണം അപ്പുറത്തൊരു വെല്ലുവിളി ഉയർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ചില വെല്ലുവിളികളെ ജയിക്കുന്ന ഒരു അഭിഷേകം, ചില പ്രതിസന്ധികളെ ജയിക്കുന്ന അഭിഷേകം. ദൈവജനം ശക്തമായി പ്രാർത്ഥിച്ചോണ്. ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങൾ ചിലതിനെ മടുപ്പിക്കുകയാണ്. രാത്രി ചിലതിനെ നോക്കി ആത്മാവ് പറയുന്നു, come out, പുറത്തു വരിക. 38 വർഷമായി കിടന്ന മനുഷ്യനോട് യേശു ഒറ്റ ചോദ്യം, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? Are you willing? നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. നിന്റെ ജീവിതത്തിൽ ഹീലിംഗ് നടത്താൻ എനിക്ക് ശക്തിയുണ്ട്, പക്ഷെ അത് റിസീവ് ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ? രാത്രി പുറത്തു വരാൻ മനസ്സുണ്ടോ? ആത്മാവ് ചിലരോട് ചോദിക്കുകയാണ്. ചില അന്ധകാര ശക്തികളുടെ വ്യാപാരങ്ങൾ ദേശങ്ങൾ നടകൊള്ളുന്നത് കൊണ്ട് മടുത്തുപോയ ചിലതിനോട് ആത്മാവ് പറയാ, പുറത്തു വരാൻ മനസ്സുണ്ടോ? ഈ കർത്താവിന്റെ വാക്കിന്റെ പവർ ഞാൻ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഈ ലാസർ മരിച്ചു, ഡെഡ് ബോഡിയാണ്. പ്രൈസ് ദി ലോർഡ്. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. സ്തോത്രം. തലയും കൈയും കാലും എല്ലാം റൂമാല് കൊണ്ട് എന്തിയിരിക്കുക, ശീലകൾ കൊണ്ട് കെട്ടിയിരിക്കുക. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ഈ കെട്ടിയ ബോഡി, നമ്മുടെ കൈയും കാലും ജീവനുണ്ടെങ്കിൽ തന്നെ കെട്ടിയാൽ എങ്ങനെ നടക്കും? ഞാൻ ചിന്തിക്കുകയാണ്, എങ്ങനെ ഈ ലാസർ, ഈ ബോഡി എങ്ങനെ ഇത് പുറത്തു വന്നു? എടുത്തോണ്ട് പുറത്തു കൊണ്ടുവന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. മുഖം,
കയ്യ് കാലെല്ലാം കെട്ടിയിരിക്കുന്ന ആ ബോഡി എങ്ങനെ പുറത്തു വന്നു? ഉത്തരമുള്ളൂ, ഈ ജീസസിന്റെ വേഴ്സിന് ഭയങ്കര പവറാ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. പത്മോസിന്റെ ഏകാന്ത ദ്വീപിൽ ചൂടുവെള്ളം പോലും കിട്ടത്തില്ല. സ്തോത്രം. ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ട് 90+ ഏജ് ഉള്ള പടുവൃദ്ധൻ യോഹന്നാൻ പത്മോസിൽ കിടന്നത്. പ്രൈസ് ദി ലോർഡ്. ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ടാ. സ്തോത്രം. കഴുകന്മാരും തലയോട്ടികളും ഒക്കെയാ തൻ്റെ കൺമുമ്പിൽ സ്ഥിരം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കലണ്ടറില്ല, പക്ഷേ കർത്തൃ ദിവസം വന്നത് താൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനമെന്നും കർത്തൃ ദിവസമെന്നും ഒക്കെ പറയുന്നു, അവിടെ യോഹന്നാൻ ആത്മ വിവശനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 90 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ആത്മാവിൽ ജ്വലിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ രക്ഷകന്റെ റിസറക്ഷൻ ഡേയാ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ കൂട്ടായ്മകളിലെ മടുപ്പ് മാറണം. ആമേൻ. യോഹന്നാന് പത്മോസിൽ മടുപ്പുണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. കൂടെ കൈ കൊടുക്കാൻ, ഒരു പ്രൈസ് ദി ലോർഡ് കൊടുക്കാൻ ആളില്ല, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, രാമൻ പറയാൻ ആളില്ല. പക്ഷെ ഒറ്റയ്ക്കായിട്ടും ആരോ എവിടെയോ ഒറ്റപ്പെട്ടവരിനെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കായിട്ടും ആത്മാവിൽ കത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ദൈവം പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ തലമെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റപ്പെടുന്ന മേഖലകളിലും കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അഭിഷേകം, കത്തി ജ്വലിക്കുന്ന ഒരു അഭിഷേകമാ. ആരോ എവിടെയോ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ദൈവം അവരെ അവിടെ ജയിപ്പിച്ചു നിർത്താൻ പോവുകയാ. നീ തോക്കത്തില്ല കേട്ടോ. ആ മേഖലകളിൽ നിനക്ക് ഒരു ജയം വെളിപ്പെടാൻ പോവുകയാ. Praise the Lord. സൺഡേ ഈസ് എ ഹോളിഡേ. ആ തത്വം അങ്ങ് മാറ്റണം. പ്രൈസ് ഗോഡ്. നമ്മുടെ കലണ്ടറിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ ആഴ്ചയിൽ ഒരു ദിവസം, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച്, വിശുദ്ധ ബൈബിളിന്റെ സിസ്റ്റം അനുസരിച്ച് സൺഡേ, പ്രൈസ് ഗോഡ്, ദൈവത്തെ ആരാധിപ്പാൻ ഒരു ദിവസം, ബാക്കി ഒരു കാര്യങ്ങൾക്കും പോകാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കണം. ഹല്ലേലൂയ. ആത്മീയ കൂട്ടായ്മയ്ക്ക് എല്ലാ ഉത്സാഹത്തോടു കൂടെ കടന്നു വരണം. അപ്പോൾ തന്നെ സൺഡേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം എന്നുള്ളത് കൊരിന്ത്യ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഗത്തിൽ പരാമർശിച്ചിട്ടുള്ള പദമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഒരു 10 രൂപ നോട്ടും 100 രൂപ നോട്ടും തമ്മിൽ ഒരു തർക്കം നടന്നു. ആ തർക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാ വലിയവൻ? സ്വത്രം. അപ്പം 10 രൂപ നോട്ട് പറഞ്ഞു ഞാനാ വലിയവൻ, 100 രൂപ നോട്ട് പറഞ്ഞു അല്ല ഞാനാ വലുത്. അപ്പോൾ അവസാനം ഒറ്റ പോയിന്റ് പറഞ്ഞ് 10 രൂപ നോട്ട് ജയിച്ചു. 10 രൂപ നോട്ട് പറഞ്ഞു, എല്ലാ സൺഡേയിലും ഞാൻ സ്ഥിരമായിട്ട് ചർച്ചിൽ പോകാറുണ്ട്, നീ എത്ര സൺഡേ വന്നിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആത്മമണ്ഡലത്തിൽ ദൈവം ചിലരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ള ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് വായിക്കാം ഹീബ്രൂസ്, എബ്രായ ലേഖനത്തിലേക്ക് കൂടി കടന്നു വരാം. 6-ാമത്തെ അധ്യായത്തിന്റെ ചാപ്റ്റർ 6 വേഴ്സസ് 11, 11-ാം വാക്യം. എബ്രായർ 6:11, എബ്രായ ലേഖനം 6:11, ഹീബ്രൂസ് 6:11. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഉത്സാഹം കാണിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉത്സാഹം
തുടക്കത്തിൽ മാത്രമല്ല, ആ പദം ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം. ഹല്ലേലൂയ. അവസാനത്തോളം എന്നുള്ള പദം വളരെ പ്രധാനപ്പെട്ട പദമാണ്. സ്തോത്രം. ഇതിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ് ഇങ്ങനെ അവസാനത്തോളം എന്നുള്ള പദം പറയാൻ കാരണം എനിക്ക് തോന്നുന്നു 4-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു പിന്മാറിപ്പോവുക എന്നുള്ളൊരു പദം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. പിന്മാറിപ്പോയാൽ അല്ലേ? 5-ാമത്തെ വായിച്ചോ. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. സ്തോത്രം. ഒറിജിനൽ ജൂയിഷ് ക്രിസ്ത്യൻസ്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ ജീവിതത്തിൽ പിന്മാറ്റ സ്വഭാവം ഉണ്ടായി. അതിന്റെ ലക്ഷണം 4 വാക്യങ്ങൾ കൂടി ഓർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹീബ്രൂസ് 3:12 3:12 കാണുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഈ സമൂഹത്തിന്, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ക്രൈസ്തവ അനുഭവത്തിലേക്ക് വന്നവരുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ടായി. രണ്ടാമത് 6:12 വാക്യത്തിൽ മന്ദതയുണ്ടായതായി നാം വായിക്കുന്നു. 6:12 അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അനുകാരികൾ. പ്രൈസ് ദി ലോർഡ്. മന്ദത, പിന്മാറ്റത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ. അവിശ്വാസം, മന്ദത. അതുപോലെ 12-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച്, കേട്ടോ, ക്ഷീണം. 10-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ഈ പറയപ്പെട്ട പദങ്ങളൊക്കെ പിന്മാറ്റത്തിന്റെ ലക്ഷണമാണ്. 1 അവിശ്വാസം, 2 മന്ദത, 3 ഉപേക്ഷ, 4 ക്ഷീണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പിന്മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളെല്ലാം എഴുതി ഒന്ന് ചികിത്സിച്ച് നോക്കുക. നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ഒരുപക്ഷെ ഡോക്ടേഴ്സ് കാണുമായിരിക്കും, ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. ഡോക്ടേഴ്സാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് അല്ലേ? അത് ഇപ്പോഴത്തെ ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പണ്ട് നേരത്തെ പേപ്പറിലോ എന്ത് ചെയ്യും, മരുന്നുകൾ ഇല്ലേ? പക്ഷേ ഡോക്ടറല്ല മരുന്ന് കൊടുക്കുന്നത്, അതാരാ? ഫാർമസിസ്റ്റ് അല്ലേ? സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്നാ? ഒരേ സമയം ഡോക്ടറും ഫാർമസിസ്റ്റുമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് മനസ്സിലായി. മരുന്ന് എഴുതുക മാത്രമല്ല, മരുന്ന് കൊടുക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില പിന്മാറ്റത്തിന്റെ അവസ്ഥയെ ദൈവം ഇന്ന് രാത്രി കാലം കട്ട് ചെയ്യുകയാണ്. നമ്മുടെ വാക്യത്തിൽ 6:11 വായിച്ചത് അവസാനത്തോളം അല്ലേ ഉത്സാഹമുള്ളവര് ആയിരിക്കും. വാക്യം ഒന്ന് വായിച്ച 6:11 വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 6:11. നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസാനത്തോളം. പ്രൈസ് ദി ലോർഡ്. അവസാനത്തോളം ഉത്സാഹമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നിർത്തും. 2 തവളകളുടെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. 2 തവളകൾ ചാടി പോകുന്ന വഴിക്ക് ഒരു വലിയ പാൽപാത്രത്തിനകത്തിൽ വീണു. അപ്പം അതിനകത്ത് കിടന്ന് തുള്ളുക. തവളകളുടെ പ്രത്യേകത എവിടെ ചെന്നാലും സ്വതന്ത്രം. അപ്പൊ ഒരു തവള പറഞ്ഞു, നമ്മൾ ഒത്തിരി തുള്ളിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ തീരാൻ പോവാ.
അപ്പം അതിലൊരു തവള പറഞ്ഞു, അല്ല, നമ്മൾ തുള്ളിയാൽ എന്തെങ്കിലും നടക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റേ തവള ആകെ നിരാശപ്പെട്ടു, നമ്മൾ ചാകാൻ പോവാന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ആ തവള നിരാശപ്പെട്ട് അവിടെ ചത്തു വീണു. ആ മറ്റേ തവള ചാടിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ പാലിനകത്തിൽ വെണ്ണയെല്ലാം കൂടെ കൂടി അതൊരു കട്ടയായിട്ട് പാലിന് മുകളിൽ പൊങ്ങി. ഈ തവള ചാടി ആ വെണ്ണയുടെ പുറത്ത് കയറി നിന്നു. അടുത്ത ചാട്ടത്തിന് അത് വെളിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാത്രി ഒരു ദൂത് പറയാം, നീ ചാടുന്നതും ആരാധിക്കുന്നതൊന്നും വെറുതെ അല്ല കേട്ടോ. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവസാനത്തോളം എന്നുള്ള പദം യേശു ക്രിസ്തു പറഞ്ഞ പദമാ. അതാ പൗലോസ് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു അവസാനത്തോളം. മാത്യു 24 യേശു ക്രിസ്തു പറഞ്ഞു അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അത് തന്നെയാണ് പൗലോസ് ഇവിടെ എടുത്ത് അവസാനത്തോളം എന്ത് ചെയ്യണം? സഹിച്ചു നിൽക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാത്യു 24 തോന്നുന്നു ആ വാക്യം, എൻ്റെ റെഫറൻസ് ഞാൻ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അവസാനത്തോളം എന്ത് ചെയ്യണം? സഹിച്ചു നിൽക്കണം. ഹല്ലേലൂയ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, സ്തോത്രം, 2:11 വേദഭാഗത്തിൽ, സ്തോത്രം, കർത്താവിനോടുകൂടെ 2 Timothy chapter 2 verses 11 കർത്താവിനോടുകൂടെ നമ്മൾ വാഴണമെങ്കിൽ നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അടുത്ത പദം സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഭയങ്കര പവർഫുൾ ആ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നുണ്ട്, ഓ, എൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഞാൻ അങ്ങ് സഹിച്ച് മടുക്കരുത്. സഹിച്ചെങ്കിൽ കൂടെ വാഴും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതാണ് പോൾ എടുത്ത് 6:11 ഉപയോഗിച്ചത്, അവസാനത്തോളം എന്നുള്ള പദം. ഇത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം തിമോത്തിയോസിൽ പൗലോസ് പറയുകയാണ്, എന്താ പറഞ്ഞത്? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് ആഡത്തിന് നഷ്ടപ്പെട്ടത് സെക്കൻഡ് ആഡമിലൂടെ നമുക്ക് ലഭിച്ചു. വാഴുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാഴും. ഹല്ലേലൂയ. നമ്മളെ നൃത്തത്തിൽ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. പാട്ടുകാരൻ പാടുന്നില്ല, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നു പോയി പോർക്കളത്തിൽ. കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക. നമ്മളെ നിന്നതല്ല, കർത്താവ് നമ്മളെ എന്തിരിക്കുക? നിർത്തിയിരിക്കുക. അപ്പം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവർക്കുള്ളത് ദൈവം നൽകുന്ന ചില വിടുതലുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷകളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചാലും ഈ 1 Peter chapter 4 verses 12 അഗ്നിശോധന എന്ന് പറയുന്ന ഒരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. 1 Peter chapter 4:12 എന്ന് വായിച്ചാട്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് മാത്രം പറയുന്ന വാക്യമാണ്. സുവിശേഷത്തിന് പോയി നോർത്ത് ഇന്ത്യയിൽ ചെന്ന് സുവിശേഷ വിരോധികൾ തല്ലിയ കാര്യമല്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഹല്ലേലൂയ, ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരു ബ്രദറിൻ്റെ മകൻ വെള്ളത്തിൽ വീണ്, നിങ്ങളൊക്കെ ആ സംഭവം അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ 17-ാം വയസ്സിൽ ചേർക്കപ്പെട്ടു. സ്തോത്രം. വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു പൈതലായിരുന്നു. അതൊരു ചോദ്യമാണ് പലരുടെ മുമ്പിൽ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഭൂമിയിൽ വെച്ച് ഉത്തരമില്ല. കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്.
മണ്ണിനൊരിക്കലും കുശവനോട് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുശവനാണെങ്കിൽ നമ്മൾ കളിമണ്ണ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബ് കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. കർത്താവ് ഇയ്യോബിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം ഇയ്യോബ് വായ പൂട്ടിക്കെട്ടി. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ നമ്മളോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയാൽ ഒരു ചോദ്യത്തിന് പോലും നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചിലത് നടന്നു എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ ഒരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അഗ്നിശോധനയുടെ നടുവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. അഗ്നിശോധനയുടെ നടുവിൽ നാലാമൻ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന അഗ്നിശോധനയുടെ നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഹല്ലേലൂയ. യോസഫ് കിടന്ന ജയിലിനുള്ളിൽ, കാരാഗ്രഹത്തിനുള്ളിൽ യഹോവയുണ്ടായിരുന്നു. യഹോവ അവനോട്, യോസഫിനോട് കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്ന പുസ്തകം എഴുതിയിരിക്കുന്നു. യോസഫിനോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനോടൊപ്പം സിംഹത്തിന്റെ ഗുഹയിലുണ്ടായിരുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോടൊപ്പം തീച്ചൂളയിലുണ്ടായിരുന്നു. രാത്രിയോട് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ പ്രതിസന്ധിയിൽ നിന്നോട് കൂടെ ഇരിക്കുന്നവനാ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു എല്ലാ നാളും കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ D.L. മൂഡി ഇംഗ്ലണ്ടിൽ സർവകലാശാലയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൽ ഫ്രണ്ടിലിരുന്ന ചില വിദ്യാർത്ഥികൾ കൂവി ആ പ്രസംഗം തടസ്സപ്പെടുത്തി. D.L. മൂഡിക്ക് തൻ്റെ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. താനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറെ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. തൻ്റെ ഡോറിൽ ഒരു മുട്ട് കേൾക്കാം. ഡോർ തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. D.L. മൂഡിയോട് ക്ഷമ ചോദിച്ചു കൊണ്ട് പറഞ്ഞു, ഞാനായിരുന്നു മുമ്പിലിരുന്ന അങ്ങയുടെ പ്രസംഗത്തെ കൂവിയത്. എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു. കൂവി പ്രസംഗം ഉഴപ്പിക്കളഞ്ഞവൻ യേശുവിന് ജീവിതം കൊടുത്തു. അദ്ദേഹം ചൈനയിലേക്ക് മിഷണറിയായി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പണ്ട് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ കോഴി മുട്ടയെടുത്ത് അടവെക്കുമായിരുന്നു അല്ലേ? സ്തോത്രം. അതിനെക്കുറിച്ച് പറയുന്നത് 21-ാമത്തെ ദിവസമാകുമ്പോൾ, പ്രൈസ് ഗാഡ്, 21-ാം ദിവസമാകുമ്പോൾ മുട്ടയുടെ തോട് അമ്മച്ചി ചുറ്റി ഉപയോഗിക്കണ്ട കേട്ടോ. അമ്മച്ചിയുടെ വിരൽ ഉപയോഗിക്കണ്ട. കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യുന്നറിയോ? ഒന്ന് പറഞ്ഞാട്ട്. ഓ റക്കത്തല സന്തൽ കമന, അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് തട്ടിമുട്ടി ആ തോട് പൊട്ടിച്ചത് പുറത്തു വരും. എന്തുകൊണ്ടാ ഈ കോഴിക്കുഞ്ഞ് മുട്ടത്തോട് പൊട്ടിച്ചത്? ഒറ്റ ഉത്തരം, ആ കോഴിക്കുഞ്ഞിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. പ്രൈസ് ഗാഡ്. നിന്റെ ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ ഏത് തോടും നീ പൊട്ടിക്കും. ഈ പൗലോസും ശീലാസും ഒക്കെ ആരാധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം എന്തെന്നറിയോ? അവിടുത്തെ വലം കൈ നീട്ടി, പ്രൈസ് ദി ലോർഡ്, ആ ജയിൽ പിടിച്ചാൽ കുലുക്കി. സ്വത്രം അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെ തുറന്നു. ചില ഡോറുകൾ ഓപ്പൺ ആകാൻ പോവാ. ചിലന്തി വലിയ വലനെയ്ത്തുകാരനാ. ഉള്ള പ്രാണിയെല്ലാം ഈ വലയ്ക്കകത്ത് ഈ ചിലന്തി കുരുക്കിയിടും. പക്ഷെ ഈ ചിലന്തി എന്ത് ചെയ്യത്തില്ല? കുരുങ്ങത്തില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ വായിച്ച് ശരിയാണോ എന്നറിയത്തില്ല. ഒരു ഓയിലുണ്ടെന്നാണ് പറയുന്നത്, അതിൻ്റെ ശരീരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ഓയില്. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം പകർന്നിരിക്കുക. ഒരു പരുന്ത് ഭൂമിയിൽ വന്നിരുന്നു. അപ്പം അതിൻ്റെ കാലിലൊരു മൂർഖൻ കയറി ഇങ്ങ് ചുറ്റി. പരുന്തിൻ്റെ കാലിൽ ഒരു മൂർഖൻ കയറി ചുറ്റി. ഈ പരുന്ത് എന്ത് ചെയ്യുന്നറിയാമോ? പരുന്ത് ഈ മൂർഖനെ കൊണ്ട് ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. അതിൻ്റെ ചിറകൾ വീശി അടിച്ചത് പറക്കാൻ തുടങ്ങി.
പറക്കും തോറും സൂര്യൻ്റെ ചൂട് കൂടിക്കൊണ്ടിരുന്നു. പാമ്പിന് ആ കാലിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അത് പിടിവിട്ടു, നിലത്തേക്ക് വീണ് അത് ചത്തു. സ്തോത്രം. രാത്രി ഒരു ദൂത് പറയാം, നീ ഉയരത്തിലേക്ക് അടുക്കും തോറും നിന്നെ പിടിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും പൊട്ടും. നാസീർവ്രതത്തിൽ നിന്ന സമയത്ത് ശിംശോനെ തകർക്കാൻ ഒരു ഫെലിസ്ത്യനും കഴിഞ്ഞില്ല. ദൈവകൃപ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ശിംശോനെ തകർക്കാൻ കഴിഞ്ഞത്. നീ ദൈവകൃപയിൽ നിൽക്കുക, വിശുദ്ധിയിൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്തിൽ പാറമേൽ വീട് പണിതതും മണൽമേൽ വീട് പണിതതും, രണ്ടിടത്തും വീട് പണിതു. പക്ഷേ കാറ്റും മഴയുമൊക്കെ വന്നപ്പോൾ നിലനിന്നത് പാറമേൽ അടിസ്ഥാനമുള്ളതായ വീടാ. രണ്ടിടത്തും കാറ്റടിച്ചു, രണ്ടിടത്തും മഴ പെയ്തു, രണ്ടിടത്തും വെള്ളം പൊങ്ങി, പക്ഷെ ഇവിടെ നിലനിന്നു. സ്തോത്രം. നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമകത്ത് വേണം. വചനമില്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഹല്ലേലൂയ. യങ്സ്റ്റേഴ്സിനോട് ദൈവവചനത്തിൽ കൂടെ ഞാൻ ഓർപ്പിക്കാം. Psalms 119 verses 11, 119 സങ്കീർത്തനം 11 വാക്യം. എൻ്റെ കോളേജ് ലൈഫിൽ ദൈവകൃപയിൽ എന്നെ നിർത്തിയ വാക്യമാണിത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹൃദയത്തിനകത്തിൽ വചനമുണ്ടെങ്കിൽ പാപം ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എഴുതപ്പെട്ട ന്യായപ്രമാണങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ യോസഫ് വിശുദ്ധിക്ക് വേണ്ടി നിന്നു. അവസരം കിട്ടിയപ്പം രൂബൻ പാപം ചെയ്തു. അവസരം കിട്ടിയിട്ടും യോസഫ് വിശുദ്ധിക്ക് വേണ്ടി നിന്നു. പ്രൈസ് ഗോഡ്. രൂബേന്റെ തലമുറകൾ രൂബൻ ശപിക്കപ്പെട്ടു. യോസഫിന്റെ തലമുറകൾ ഇരട്ടി പങ്കിന്റെ നന്മ പ്രാപിച്ചു. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകും. പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, പൈതലേ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകുക. ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കോളേജിൽ പഠിക്കുന്നവർ, യൂത്ത്സ്, ഹല്ലേലൂയ, ഈ വചനം അകത്ത് കയറിക്കോണം. ഈ വചനം ഹൃദയത്തിൽ നിങ്ങളത് നോട്ട് ചെയ്തോണം. വിശുദ്ധി നിൽക്കണം. നിന്റെ പ്രിയൻ എന്ത് വിശേഷതയാ? കാവൽക്കാരെന്നെ പിടിച്ചു തല്ലി. അവർ എന്നോട് ചോദിച്ചു, നിന്റെ പ്രിയന്, എൻ്റെ പ്രിയൻ 10,000ങ്ങളിൽ അതിസുന്ദരൻ. 10,000 എണ്ണത്തിനെ നിർത്തിയാലും 10,000 നാമം കൊച്ചിയിലുണ്ടെങ്കിലും അതിന് മുകളിൽ ഒരു നാമമുണ്ട്, ശ്രേഷ്ഠമായ ഒരു നാമമുണ്ട്. ഇന്ന് രാത്രി ആ നാമമായി ഈ പട്ടണത്തിൽ, ഈ ദേശത്ത്, ഈ സ്ഥലത്ത് ഇവിടെ ഉയരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൺക്ലൂഡിംഗിലേക്ക് ഞാൻ ഓടിക്കടന്നു വരുന്നു. ഒന്ന് വായിക്കാം. 2 Peter chapter 3 verses 14, 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ഈ വാക്യം ഒരല്പം ഡിഫിക്കൽട്ട് ആണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ വാക്കുകൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ആരാണ് ഉത്സാഹിക്കേണ്ടത്? കർത്താവാണോ സഭയാണോ? സഭ. പ്രൈസ് ദി ലോർഡ്. ഈ എഴുത്ത് നിർത്താതുള്ള എഴുത്താ. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ സ്വത്രം. 14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ
ഉത്സാഹിച്ചുകൊണ്ട്. ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണാൻ ഉത്സാഹിച്ചുകൊണ്ട്. നമ്മള് വാക്യം പെട്ടെന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ട് എനിക്കിത് കിട്ടിയത്. സ്തോത്രം. കാരണം വലിയ ബുദ്ധിയൊന്നും ഇല്ല, അമ്പുരാൻ തരുന്ന കൃപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പല പ്രാവശ്യം ഞാനിത് വായിച്ചത്. എന്തുവാ സംഭവം എന്ന്. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. അവൻ നിങ്ങളെ, അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തു നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണാൻ കഴിഞ്ഞിട്ടൊരു ഒരു കോമ കൊടുത്താലേ നമുക്ക് ആ വാക്യം കിട്ടത്തുള്ളൂ. കർത്താവ് നമ്മളെ കറയും കളങ്കവും ഇല്ലാത്ത സമാധാനത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഉത്സാഹിക്കണം. കർത്താവ് നമ്മളെ കറയും കളങ്കമില്ലാതെ നമ്മളെ കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ല, കർത്താവല്ല ഉത്സാഹിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. കറയെന്നുള്ള പദം എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ആ പദം അവിടെയും കറ എന്നുള്ള പദം നമുക്ക് കാണുന്നുണ്ട്. സ്തോത്രം. ഈ കറ എന്നുള്ള പദം എന്നുള്ളത് കൊണ്ട് ജീവിത വിശുദ്ധി നഷ്ടപ്പെടുന്ന അനുഭവമാണ്. പ്രൈസ് അല്ലാഹ്. ജീവിത വിശുദ്ധി നഷ്ടപ്പെടുന്ന അനുഭവമാണ് കറ എന്നുള്ളത് കൊണ്ട്. പത്രോസ് ലേഖനത്തിലും എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിലും അത് കറ ചുളുക്കം. എത്രാമത്തെ വാക്യമാണ് അത്? 5:27 പറയുന്നു കറ ചുളുക്കം. കറ എന്നുള്ള പദം പ്രൈസ് ദി ലോർഡ് പത്രോസ് ലേഖനത്തിലും എഫെസ്യ ലേഖനത്തിലും നമ്മൾ കാണുന്നു. ജീവിത വിശുദ്ധിക്കെതിരെയുള്ള അനുഭവമാണ്. സ്തോത്രം. നമ്മൾ ജീവിത വിശുദ്ധി കറ ഇല്ലാത്തവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വായിക്കണ്ട, എസ്തേറിനെ രാജ്ഞിയായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു ശുദ്ധീകരണ കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നേരിട്ട് രാജ്ഞി സ്ഥാനത്തിലേക്ക് ഉയർത്തിയില്ല, മറിച്ച് ഒരു ശുദ്ധീകരണ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പ്രൈസ് ദി ലോർഡ് രാജ്ഞി സ്ഥാനത്തിലേക്ക് അവളെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ മണവാട്ടി സഭയാകുന്നതിന് വേണ്ടി. കറയില്ലാതെ കളങ്കമില്ലാതെ കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ജീവിത വിശുദ്ധിയോടുകൂടെ കർത്താവ് തനിക്ക് മുമ്പിൽ നമ്മളെ നിർത്തുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് നമ്മളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രൈസ് ദി ലോർഡ് ഇസ്ഹാക്കിന്റെ വിവാഹം എലയാസർ ചെന്ന് കണ്ടുമുട്ടുമ്പോൾ റബേക്കയോടൊരു ചോദ്യം ചോദിച്ചു. ലാബാൻ ചോദിച്ചു, സ്തോത്രം, ഈ പുരുഷനോടുകൂടെ നീ പോകാൻ തയ്യാറാണോ? റിബേക്ക ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ തയ്യാറാണ്. സ്തോത്രം. എലയാസറിന്റെ ഒട്ടകം കണ്ടോണ്ടല്ല, എലയാസർ കൊണ്ടുവന്ന സാധന സാമഗ്രികൾ കണ്ടല്ല, തൻ്റെ പ്രിയതമനായിരിക്കുന്ന ഇസ്ഹാക്കിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമാണ്. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മമണമളനായ യേശു ക്രിസ്തുവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടിയുള്ളൊരു വാഞ്ച ദൈവസഭയ്ക്കുണ്ടാകണം. 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നത് പോലെ കണ്ണിമയ്ക്കുന്നിടയിൽ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസ്തേർ എന്ന് പറയുന്ന ഒരു സാധാരണ പെൺകുട്ടിക്ക് ഒരു ശുദ്ധീകരണ കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്തൊരു ഉയർച്ച ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ ഓരോരുത്തരെ ശുദ്ധി ചെയ്തിട്ട് അവിടുത്തെ പദ്ധതിക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ മേദ്യ പേർഷ്യൻ രാജ്യത്തിലെ രാജ്ഞിയാക്കി ദൈവത്തിന് ഉയർത്താൻ കഴിഞ്ഞെങ്കിൽ അപ്പനില്ല, അമ്മയില്ല, അനാഥ പെൺകുട്ടിയാണ്. തന്നെ വളർത്തപ്പനായ സ്തോത്രം മൊർദെഖായിയാണ് എസ്തേറിനെ വളർത്തിക്കൊണ്ട് വന്നത്. മൊർദെഖായി അല്ല ഉയർത്തിയത്, സ്വർഗത്തിലെ ദൈവമാ ഉയർത്തിയത്. രാത്രിയിൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ചിലർക്ക് ഉയർച്ച വരാൻ പോവുക, ചില നന്മകൾ വരാൻ പോവുകയാണ്. തമ്പുരാൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ ദൈവത്തിന് രാജ്ഞി സ്ഥാനത്തേക്ക് ഉയർത്താൻ സാധിച്ചാൽ ഇന്ന് രാത്രി ദൈവാത്മാവോട് പറയുന്നു, ദൈവത്തിന് നിന്നെ ഉയർത്താൻ സാധിക്കും. എലീശ ആരായിരുന്നു? കേവലം കർഷകനായിരുന്നു. കർഷകനായ എലീശയെ ഒരു പ്രൊഫറ്റാക്കി ദൈവം ഉയർത്തി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേവലം മണ്ണിനോട് പണിയെടുത്ത സാധാരണക്കാരനായ കർഷകനായ ഏലീശയെ ദൈവം ഇസ്രായേലിന്റെ പ്രൊഫറ്റായിട്ട് ദൈവം ഉയർത്തി. ദൈവത്തിന് ഒരുവനെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഉയർത്തും. ദാവീദ് ആരായിരുന്നു? ദാവീദ് കേവലം ഒരു ഇടയനായിരുന്നു. ഇടയനായ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കി ദൈവം ഉയർത്തി. പത്രോസ് ആരായിരുന്നു? ഒരു മുക്കുവനായിരുന്നു. മുക്കുവനായ പത്രോസിനെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനാക്കി ദൈവം മാറ്റി. ഇന്ന് രാത്രിയിൽ എന്നെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തടയപ്പെട്ട ചില ദൈവപ്രവർത്തികളെ ആത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. 2025 ചില ദൈവപ്രവർത്തികൾ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കർത്താവ് ചിലത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആമേൻ. എസ്തേറിനെ ഉയർത്താൻ കഴിഞ്ഞ ദൈവത്തിന്, ഏലീശയെ ഉയർത്താൻ കഴിഞ്ഞ ദൈവത്തിന്, പത്രോസിനെ ഉയർത്താൻ കഴിഞ്ഞ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും ചിലത് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.